ഏവർക്കും നമസ്കാരം. മാന്യപ്രേക്ഷകർ നൽകി വരുന്ന അകമഴിഞ്ഞ പിന്തുണയും ആവശ്യവും മാനിച്ച് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെ എന്ന പുതിയ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഓരോ കൂറുകാരുടെയും ആഴ്ചഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും പ്രധാനമായി മനക്കാരകനും മാതൃകാരകനുമായ ചന്ദ്രന്റെ സഞ്ചാരത്തെയും ആധാരമാക്കിയാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. ബുധനും തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ഉച്ചനായി മീനരാശിയിൽ സഞ്ചരിക്കുന്നു. ശനിയും മീനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു. ചന്ദ്രൻ മൂലം മുതൽ പൂരുരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ആ രാശികളിലെ നക്ഷത്രജാതരുടെയും ആഴ്ചഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മേടക്കൂർ അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാർക്ക് ചാരവശാൽ ചന്ദ്രൻ വളരെ അനുകൂലനായി സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ ഈ ആഴ്ച ഗുണാനുഭവം കൂടുന്നതായിരിക്കും. പലവിധത്തിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. പ്രധാനമായും തൊഴിൽപരമായ പ്രതിസന്ധികൾ അകലും. കൂടാതെ മനസ്സിൽ നിന്ന് ആകുലതകൾ, സംഘർഷങ്ങൾ എന്നിവ ഈ ആഴ്ച അകന്നു നിൽക്കും. മേലധികാരികൾ ഏൽപ്പിച്ച ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാനും അതിലൂടെ അധികാരികളുടെ പ്രശംസ, അംഗീകാരം എന്നിവ ലഭിക്കുകയും ചെയ്യും. വ്യക്തിപരമായും കുടുംബത്തിലും പൊതുവെ സുഖാനുഭവങ്ങൾ, ക്ഷേമം എന്നിവ ഉണ്ടാകുന്ന വാരമാകും ഇത്. ഉച്ചരാശിയിലുള്ള ശുക്രൻ ധനപരമായും ഭൗതികമായതുമായ നേട്ടങ്ങളെ നൽകും. 11ലെ ചന്ദ്രൻ ധനപരമായും പൊതുവെ ഉയർച്ച, ബിസിനസ്സിൽ ലാഭം എന്നിവയെ നൽകും. എന്നാൽ വാരാന്ത്യത്തിൽ, അതായത് വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ചന്ദ്രൻ ചെലവിന്റെ ഭാവമായ 12ാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ സാമ്പത്തിക കാര്യങ്ങൾ, ധനക്രയവിക്രയം, കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ നല്ല ഒരു കരുതലും ശ്രദ്ധയും പുലർത്തേണ്ടത് അനിവാര്യമാണ്. അല്ലാത്തപക്ഷം ആ ദിനങ്ങളിൽ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. അപ്പോൾ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രജാതർക്ക് വാരാന്ത്യത്തിലെ 2 ദിനങ്ങൾ ഒഴികെ മറ്റ് ദിനങ്ങൾ ഏറെ ശുഭകരമായി ഭവിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.